നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. അവിടെ ആർ അച്യുതനുണ്ട്. ദേശീയ വാർത്തകൾ എന്തൊക്കെയാണെന്ന് പറയാൻ. അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ്. രാജ്യത്ത് നടക്കുന്ന ഒരു AI ഗ്ലോബൽ ഇമ്പാക്ട് ഉച്ചകോടി, അപ്പോൾ അത് ആഗോള ടെക് ഭീമന്മാരും ടെക് മേഖലയിലെ തലവന്മാരും ഒക്കെ ഇരിക്കുന്ന ആ ഒരു മീറ്റിംഗിലാണ് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ഷർട്ടൂരിയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, അതിനുശേഷം BJP അതിൽ വിമർശനം ഉന്നയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ അതെങ്ങനെ പോകും? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന. AI ഇമ്പാക്ട് ഉച്ചകോടി അതിന്റെ ആരംഭഘട്ടം മുതൽ തന്നെ പല രാഷ്ട്രീയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. അതിലൊന്ന് ഗാൽക്കോട്ടിയ സർവകലാശാലയുടെ റോബോഡോഗിന്റെ പ്രദർശനം. അതിന് പിന്നാലെയായിരുന്നു ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഏതാണ്ടൊരു 10ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഇമ്പാക്ട് ഉച്ചകോടി നടക്കുന്ന വേദിയിലേക്ക് എത്തുകയും അവിടെ ഈ വസ്ത്രമൂരി പ്രതിഷേധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വഴിവെച്ചത്. തുടർന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ് ഉണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് BJPയുടെ പ്രമുഖരായ നേതാക്കൾ തന്നെ രംഗത്തെത്തി. അതായത് രാജ്യത്തെ രാഹുൽ ഗാന്ധി മറ്റു രാജ്യങ്ങളിൽ പോയി അപമാനിക്കുന്നതിന് പുറമെ ഈ രാജ്യത്തിനകത്ത് തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഉച്ചകോടി നടക്കുന്ന ഒരിടത്ത് വെച്ച് ഇന്ത്യയുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇത്തരമൊരു പ്രവണതയിലേക്ക് കോൺഗ്രസ് കടന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ ഹാജരാക്കി ഡൽഹി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ടാണ് പോലീസ് ഒരുങ്ങുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ ഒരു വൻ ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിമ്പിനെ ഇന്നലെ പോലീസ് വിളിച്ചു വരുത്തി ദീർഘനേരം ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് വിട്ടയച്ചത്. കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ, ദേശീയ നേതാക്കളെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടത് ഒരു രാഷ്ട്രീയ വാദപ്രത്യാരോപണങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. മറ്റൊന്ന്, എക്സ്പോ വേദി ഇന്നുകൂടി കേന്ദ്ര സർക്കാർ ഈ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എക്സ്പോ വേദി സന്ദർശിക്കാനുള്ള അവസരമുണ്ട്. ഇന്നോടുകൂടി തന്നെ ഇമ്പാക്ട് ഉച്ചകോടിയുടെ ഈ ഒരു പരിപാടികൾ ഇന്നുകൂടി പൂർണ്ണമാവുകയാണ്. മറ്റൊന്ന്, നമ്മളിന്ന് ദേശീയതലത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലുലുഡ സിൽവയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയാണ്. ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഉഭയകക്ഷി ചർച്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഉച്ചകോടിയുടെ ആരംഭഘട്ടത്തിൽ ഫ്രാൻസുമായി ഇന്ത്യ ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ ബ്രസീലുമായി ആ ഒരു ഉഭയകക്ഷി ചർച്ച നടത്താൻ ഒരുങ്ങുന്നു. പ്രതിരോധം, ആരോഗ്യം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, വ്യാപാരം തുടങ്ങിയ നിരവധി മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ച നടക്കുക. ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി ബ്രസീൽ പ്രസിഡന്റിന് ഒരു ഉച്ചവിരുന്ന് നൽകുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും ഉപരാഷ്ട്രപതിയുമായും ബ്രസീൽ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും തുടങ്ങിയതാണ് ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടാകുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വിഷയം എന്നുള്ളത് മഹാരാഷ്ട്രയിൽ ഇന്ന് രാഹുൽ ഗാന്ധി കോടതിയിൽ അപകീർത്തി കേസിൽ നേരിട്ട് ഹാജരാകും എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതായത് താനെയിലെ ഭീവണ്ടി ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ഹാജരാവുക. കേസിലെ ജാമ്യക്കാരൻ മരിച്ചതിനെ തുടർന്ന് പുതിയ ആളെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമായിരിക്കും രാഹുൽ ഗാന്ധി ഹാജരാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 2014 അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ ദേശീയ വാർത്തകളായി പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.